അതായത് കച്ചവടമൊക്കെ ചിലപ്പോൾ 100 കോടി 200 കോടി 300 കോടിയൊക്കെ ഉണ്ടാവും. പക്ഷെ ബ്രോഷർ കണ്ടാൽ നമുക്ക് ചെറിയ ലോഗോ കണ്ട എടുത്ത് കുപ്പയിലെറിയാൻ തോന്നും. അപ്പം അങ്ങനെ ഞങ്ങൾ റീബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് കുറേ കമ്പനികളെ സമീപിച്ചു. പലർക്കും 1 ലക്ഷം 5 ലക്ഷം ഒക്കെ അഡ്വാൻസ് കൊടുത്തു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ കറക്റ്റായിട്ട് നമ്മുടെ കൺസെപ്റ്റ് ആക്ച്വലി കമ്പനികൾക്കൊക്കെ ഡിസൈൻ അറിയാം, പക്ഷെ ബ്രാൻഡിങ് എന്നുള്ള കൺസെപ്റ്റ് അറിയില്ല. ബ്രാൻഡിങ് ഒരു കൺസെപ്റ്റാണ്, ഐഡിയ ആണ്, അല്ലാതെ ഡിസൈനിങ്ങും എഡിറ്റിങ്ങും അല്ല. വീഡിയോ ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും ഡിസൈനിങ്ങും അല്ല ബ്രാൻഡിങ്. ബ്രാൻഡിങ് ഒരു കൺസെപ്റ്റാണ്, ആ കൺസെപ്റ്റ് അറിയില്ല. അപ്പോൾ അവർ നമ്മുടെ കമ്പനിയുടെ വിഷനും കോർ വാല്യൂസിനും മിഷനും സർവീസസിനും ജിയോഗ്രഫിക്കും കസ്റ്റമർക്കും അനുസരിച്ചല്ല ബ്രാൻഡിൻ്റെ ക്യാരക്ടർ ഐഡൻറ്റിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ എനിക്ക് വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ 10 കമ്പനികൾ ബ്രാൻഡിങ്ങിന് വെയിറ്റ് ചെയ്യുന്നു. അത് ഓരോ കമ്പനിക്കും വർഷത്തിൽ 50 ലക്ഷവും 30 ലക്ഷവും ഒക്കെ ബജറ്റ് ഉണ്ട്, പക്ഷെ ചെയ്തു തരാൻ മിടുക്കരായിട്ടുള്ള ആളുകളില്ല. അങ്ങനെയാണ് നമ്മൾ ബ്രാൻഡ് മൗണ്ട് ദ ഐഡൻറ്റിറ്റി എക്സ്പെർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കമ്പനിയാണ്. അതും ഒരു കോംപ്ലിമെൻറ്റിങ് ബിസിനസ്സാണ്, കോംപ്ലിമെൻറ്റിങ് ബിസിനസ്സാണ്. അപ്പം നമ്മൾ തന്നെ ബിസിനസ് ഇൻവെർഷനിൽ വരുന്ന ആളുകൾക്കൊക്കെ ബ്രാൻഡിങ് വേണ്ടി വരും. അപ്പം നമുക്കിപ്പോൾ എല്ലാവരെയും എടുക്കാൻ കഴിയില്ല, പക്ഷെ അതിൽ കുറച്ച് ആളുകളൊക്കെ എടുത്തിട്ട് നമ്മളുടെ ടീം കപ്പാസിറ്റി അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രാൻഡിങ് ചെയ്യുന്നതാണ് അടുത്തൊരു ബിസിനസ് മോഡൽ.